മനുഷ്യ മലയാളി അസോസിയേഷൻ ഗൾഫിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ഗസ്റ്റായി വരുന്നത് ഷാഹിദ് അഫ്രീദി. നമ്മളെല്ലാവരും ഞെട്ടലോടെയാണ് അത് കണ്ടത്. കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഇത്രയും ഒരു ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ഒരു ക്രിക്കറ്റ് ഓൾറൗണ്ടറായ ഷാഹിദ് അഫ്രീദി ആ വേദിയിലെത്തിയത്? എങ്ങനെയാണ് ഒരു ഗസ്റ്റായിട്ട് ഇവർക്ക് പാകിസ്ഥാൻ ക്രിക്കറ്ററെ തന്നെ വിളിക്കാൻ തോന്നിയത് എന്ന രീതിയിലൊക്കെ ചർച്ചകൾ പോകുന്നു. ഇന്നൊരു ഇന്നല്ല, കഴിഞ്ഞ ദിവസം ഒരു ഒരു അപ്ഡേറ്റ് വന്നത്, ഈ മലയാളി അസോസിയേഷനുള്ള ആളുകൾക്കെതിരായി അവരുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്ന രീതിയിൽ ABVP പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ വിദേശകാര്യമന്ത്രിക്കും ഒരു സന്ദേശം അയച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പരാതി അയച്ചിരിക്കുന്നു. അവരുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കണം എന്ന് പറഞ്ഞൊരു പരാതി അയച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഒരു കൊച്ചിൻ യൂണിവേഴ്സിറ്റി BTech അലുമിനി എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ടീമാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. അവരുടെ പരിപാടിയിൽ ഷാഹിദ് അഫ്രീദി വരുന്നതും അവർക്ക് ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നതും, ആ പരിപാടിയിൽ തുടർന്ന് കേരളത്തെ വാനോളം പ്രശംസിച്ചിട്ടാണ് അദ്ദേഹം അവിടെ പ്രസംഗം നടത്തുന്നത്. പക്ഷേ അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് വളരെ വിവാദം നൽകുന്ന പരാമർശങ്ങൾ, ഇന്ത്യക്കെതിരായുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു തീരുമാനം വേണോ എന്നത് വലിയ ചർച്ചയായിരുന്നു നടന്നത്. കാരണം കേരളത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് അവർ ഇങ്ങനെ ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്നത്. ഇനി ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്നില്ലെങ്കിലും ഒരു രാജ്യത്തിനെതിരായി പറയുന്ന, നമ്മുടെ രാജ്യമാണല്ലോ എല്ലാത്തിനും വലുത്, അപ്പൊ രാജ്യത്തിനെതിരായി പറയുന്ന ഒരു വ്യക്തിയെ ഗസ്റ്റായിട്ട് കൊണ്ടുവരുന്നതിലൂടെ നമ്മൾ കേരളത്തിന് മൊത്തം നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവർ നടത്തിയത് എന്ന രീതിയിൽ പലവിധ ചർച്ചകളായിരുന്നു അന്ന് നടന്നത്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ അത് ശരിയാണ്. കാരണം നമ്മളൊരു പരിപാടിക്ക് നമ്മളൊരു ഗസ്റ്റിനെ വിളിച്ചില്ലെങ്കിലും ആ പരിപാടി ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഒരു വിവാദത്തിലേക്ക് പോകുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു ജനതയെ, ഒരു കേരളത്തിൽ ജീവിക്കുന്ന മൊത്തം ജനതയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു 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 കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് വാർത്താ മാധ്യമങ്ങളെല്ലാം ഇത് കൈകാര്യം ചെയ്തതും. കാരണം കേരളത്തിലെ മലയാളി അസോസിയേഷൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു, അതിൽ പാകിസ്ഥാനെ അനുകൂലിച്ച് ഇന്ത്യയെ തള്ളി പറയുന്ന ഒരാൾ വരുന്നു. എന്താണ് മനുജ ഇതിൽ നോക്കിക്കാണുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം ഫോക്കസ് ഔട്ടിൽ ഈ വിഷയം എൻ്റെ ആദ്യഘട്ട വാർത്തകൾ വന്നപ്പോൾ തന്നെ സംസാരിച്ചിരുന്നു. അന്നും ഇന്നും നിലപാട് എന്ന് പറയുന്നത്, രാജ്യം ഏറ്റവും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിലനിൽക്കുന്ന സമയത്ത് ആ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ആര് തന്നെയായാലും, അത് പ്രത്യേകിച്ച് അത് ഇന്ത്യക്കുള്ളിലോ ഇന്ത്യക്ക് പുറത്തുള്ളതോ ആരായാലും, അത് രാജ്യവിരുദ്ധരാണ് എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. നോക്കൂ, പഹൽഗാം ഭീകരാക്രമണം പോലൊരു ആക്രമണം നടന്നത് കൃത്യമായി മതം ചോദിച്ചു വന്ന് ആളുകളെ കൊന്നുകളയുകയായിരുന്നു. കലിമ ചൊല്ലാത്ത ആളുകാരെ കൊന്നുകളയുകയും സ്ത്രീകളെ വിധവകളാക്കുകയും ചെയ്ത വളരെ വ്യക്തമായ ബ്രൂട്ടൽ കില്ലിംഗ് ആണ് നടന്നത്. ഇതിനെക്കുറിച്ച് ഷാഹിദ് അഫ്രീദി പറഞ്ഞത്, അത് ഇന്ത്യയിലെ പട്ടാളക്കാർ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യക്കാർ തന്നെ എക്സിക്യൂട്ട് ചെയ്ത ഭീകരാക്രമണമാണ്. ഇവിടെ ഒരു പടക്കം പൊട്ടിയാൽ പോലും അതിന് വേണ്ടി പാകിസ്ഥാനിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇന്ത്യൻ സർക്കാർ എന്ന് പറഞ്ഞ് പഹൽഗാം ഭീകരാക്രമണത്തെ ഏറ്റവും നിന്ദ്യമായി, ഏറ്റവും മോശമായത് ഇന്ത്യയുടെ തലയിൽ കൊണ്ടുവെക്കുന്ന രീതിയിൽ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഷാഹിദ് അഫ്രീദി. എൻ്റെ അഭിപ്രായത്തിൽ പ്രധാനമായും 2 പോയിന്റുകളാണ്. ഒന്ന്, ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയൊന്നുമല്ല, അത് നമുക്ക് വ്യക്തമായി അറിയാം. പക്ഷേ ഒരു ഭീകരവാദിയെ സംരക്ഷിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ മാനസികമായെങ്കിലും ചെയ്യുന്ന ഒരാളും തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു ഷാഹിദ് അഫ്രീദിയെ ഇന്ത്യക്കാർ, അതും കേരളത്തിലെ നമ്മൾ, എന്തുകൊണ്ടാണ് ഇതിൽ പ്രത്യേകിച്ച് കേരളക്കാരെടുത്ത് പറയുന്നതിന് ഒരു കാരണം, നമ്മൾ ബൗദ്ധികമായി എന്തോ വലിയ സംഭവമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന, ഞങ്ങൾ ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസമുണ്ടെന്ന് പറയുന്ന, അവകാശപ്പെടുന്ന ആളുകളാണ്. അപ്പം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ തന്നെ ഷാഹിദ് അഫ്രീദിയെ വിളിച്ചുകൊണ്ട് സ്റ്റേജിൽ, ഞാൻ ആ വിഷ്വൽ മുഴുവൻ കണ്ടതാണ്, കൈയടിച്ചും കരഘോഷം മുഴക്കിയും ബൂം ബൂം അഫ്രീദി എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതൊക്കെ ചുമ്മാ ചപ്പടാച്ചി പറയുകയാണ്. അവർക്ക് വ്യക്തമായ അതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു. അവർ വിളിച്ചു കയറ്റി, മൈക്ക് കൊടുത്തു, അയാൾ അഡ്രസ്സ് ചെയ്യുന്ന സമയം അത്രയും ക്ഷമയോടെ കേട്ടു. കേരളം എൻ്റെ പ്രിയപ്പെട്ട സംസ്ഥാനമാണെന്ന് പറയുമ്പോൾ അവിടുന്ന് കരഘോഷം വരുന്നു. കേരളത്തിലെ ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറയുമ്പോൾ കരഘോഷം വരുന്നു. അല്ല, ഇത് ഷാഹിദ് അഫ്രീദി ആണെന്ന് അറിയാഞ്ഞാണോ ഒന്ന് കൈയടിച്ചത്? ഇത് ഞങ്ങൾ വിശ്വസിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് എനിക്ക് ഈ അലുമിനി നടത്തിയ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംഘാടകരോടും പങ്കെടുത്ത ആൾക്കാരോടും ചോദിക്കാനുള്ളത്. ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കണം എന്നൊക്കെ തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ അത് ഗവൺമെന്റ് ഇടപെടേണ്ട കാര്യങ്ങളാണ്. അതിൽ എന്തെങ്കിലും ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ അതിന് ബാക്കി പത്രങ്ങളായി ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതിൽ സംഘാടകരുടെ ഭാഗത്തു നിന്നും അവർ കൊടുത്തിട്ടുള്ള ഒരു വിശകലനമുണ്ട്. മെയ് 25-നായിരുന്നു ഞങ്ങളുടെ പരിപാടി. അതേ ദിവസം തന്നെ UAE പതാകയും ഗിന്നസ് ബുക്ക് റെക്കോർഡുമായി ബന്ധപ്പെട്ട പരിപാടി ഹാളിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പരിപാടി അവസാനിക്കുമ്പോൾ ക്രിക്കറ്റ് താരങ്ങൾ ഒരേ ഓഡിറ്റോറിയത്തിൽ നടന്ന ഞങ്ങളുടെ പരിപാടിയിൽ മുൻകൂട്ടി അറിയിക്കാതെ, ആവശ്യപ്പെടാതെ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഞങ്ങളുടെ സംഘാടക സംഘത്തിലെ ആരും പൂർവ്വ വിദ്യാർത്ഥി അംഗങ്ങളോ അവരെ ക്ഷണിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്.
വളരെ വ്യക്തമായി സ്റ്റേറ്റിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതും അവർ ഹഗ് ചെയ്യുന്നതും കരഘോഷം മുഴക്കുന്നതും നമുക്ക് വീഡിയോ വിഷ്വലും തെളിവുകളായി നിലനിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൈയൊഴിയാൻ എങ്ങനെയാണടാ ഊവേ നിങ്ങൾക്കൊക്കെ പറ്റുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതുവരെ ക്ഷണിക്കാത്ത ഒരു അതിഥിക്ക് വേണ്ടി ബൊക്ക റെഡിയാക്കി വെക്കുന്നു. കയറി വരുമ്പോ ആരും അറിയാതെ ഈ ബൊക്ക മുൻകൂട്ടി തയ്യാറാവാതെ അവര് തന്നെ കൊണ്ടുവന്നതായിരിക്കാം ചിലപ്പോ, എന്നിട്ട് കൊടുത്തിട്ട് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞതായിരിക്കാം. ഇത്രയും വിഷ്വലൊക്കെ വന്നിട്ടും ഇവർക്ക് ഇങ്ങനെയൊരു നിലപാടിലേക്ക് എത്താൻ, അത് കൃത്യമായി ഇത് ഇത്രയും വലിയ വിവാദമാവുന്ന അവർ വിചാരിച്ചിട്ടില്ല. കാരണം സോഷ്യൽ മീഡിയയാണ് ഇത് വലുതാക്കി എല്ലാവരിലേക്കും എത്തിച്ചത്. കാരണം ഷാഹിദ് അഫ്രീദിയെ പോലെ ഒരാൾ വരുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ അത് എങ്ങനെയാണ് കാണുന്നത് എന്ന് അവർ ചിന്തിച്ചിട്ടില്ല. പെട്ടെന്ന് ചിലപ്പോൾ ഇവർ പറഞ്ഞ പോലെ പെട്ടെന്ന് കയറി വന്നതായിരിക്കാം. പക്ഷേ അത് പെട്ടെന്ന് കയറി വന്നതാണെങ്കിൽ ഇങ്ങനെ ഒരു സ്വീകരണം കൊടുക്കില്ല. എല്ലാവരും ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ്. ഇത് ആരായി വരുന്നത്, അല്ലെങ്കിൽ ഷാഹിദ് അഫ്രീദി ആരാണെന്ന് അറിയാം എന്ന് നമുക്ക് ആ വീഡിയോ ഒന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണോ വരുന്നത് എന്നുള്ള ഒരു ഇതൊന്നല്ല അവിടെ കാണുന്നത്. എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കുമ്പോൾ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ ചുമ്മാ വലിയ വരില്ലല്ലോ ആഷിഖ്. അതെ അതെ. ഇനിയിപ്പോ പരിപാടിയുടെ അതേ സമയത്ത് തന്നെ ഷാഹിദ് അഫ്രീദിനെ മുൻകൂട്ടി വിളിച്ചിട്ടില്ല. ഷാഹിദ് അഫ്രീദി തൊട്ടടുത്തുള്ള വേദിയിൽ ഉണ്ടായിരുന്നു തന്നെ വിചാരിക്കുക. അവിടെ നിന്നും ഈ വേദിയിലേക്ക് എത്താൻ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അതെ, തീർച്ചയായും. ഇവര് ലോക്കൽ ആളുകളല്ലല്ലോ, ഇവര് സെലിബ്രിറ്റികളല്ലേ. ഇവരൊരു വേദിയിൽ കയറി ചെല്ലണമെങ്കിൽ കൃത്യമായ സ്വീകരണം ഇല്ലാതെ ചുമ്മാ അവിടെ കയറി കേരളത്തിലെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞവർ കയറി വരില്ലല്ലോ. ഇത് നമ്മളൊക്കെ കല്യാണത്തിന് വിളിക്കാതെ അതെ, അങ്ങനെ കയറി ചെല്ലേണ്ട ഒരു വേദിയല്ലല്ലോ. പിന്നെ ഇത്രയും താരങ്ങളായി ലോകം മൊത്തം അറിയുന്ന ക്രിക്കറ്റർ ഒരു വേദിയിലേക്ക് ആരും ക്ഷണിക്കാതെ ഞാൻ ചെല്ലാം എന്റെ കേരളത്തിലെ ജനങ്ങളെ എന്ന് വിളിച്ച് കയറി ചെല്ലുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവാത്തൊന്നുമില്ല. ഇതവിടെ തെറ്റുപറ്റി, അവർക്ക് തെറ്റുപറ്റി. ഷാഹിദ് അഫ്രീദി മുന്നേ നടത്തിയ ഈ പരാമർശങ്ങൾ ചിലപ്പോൾ അവർ അറിഞ്ഞു കാണില്ല എന്ന് പറയുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ കൃത്യമായി അത് പോയി ക്ഷണിച്ചിട്ടാണ് വന്നത് എന്ന് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇത് അവർക്ക് തെറ്റ് പറ്റിയത് തന്നെയാണ്. പക്ഷേ മഞ്ജു സൂചിപ്പിച്ചതുപോലെ ഇതിൽ പാസ്പോർട്ട് റദ്ദാക്കേണ്ട തരത്തിലേക്കുള്ള ഒരു അത്രയും വലിയ ഒഫൻസുകൾക്കാണ് പാസ്പോർട്ട് റദ്ദാക്കുക, അത് നമ്മുടെ സിറ്റിസൺഷിപ്പ് ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നത് ഹൈലി ഒഫൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. ഞാൻ പറയുന്നത് ഇതിൽ മാതൃകാപരമായി വിശദീകരണം തരണം അവരുടെ അടുത്ത് എന്നുള്ളതാണ്, അല്ലേ? അതെ അതെ, അങ്ങനെ ഒരു നടപടിയിലേക്കൊക്കെ പോവേണ്ടതുള്ളൂ. കാരണം പാസ്പോർട്ട് റദ്ദാക്കുന്ന പോലെ ഇപ്പോൾ ആ സ്റ്റേജിലും അദ്ദേഹം ഇന്ത്യക്കെതിരെയോ അല്ലെങ്കിൽ കേരളത്തിനെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് തെറ്റ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ വളരെ വ്യത്യസ്തമാണ്, ഇന്ത്യക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. പക്ഷേ അതിന് അവരുടെ അസോസിയേഷനിലെ ഭാരവാഹികളുടെ മുഴുവൻ പാസ്പോർട്ട് റദ്ദാക്കണം എന്ന് പറയുന്നതിൽ എത്രമാത്രം ലോജിക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അവർക്ക് ആ ക്ഷണിച്ചതിനുള്ള മാതൃകാപരമായിട്ടുള്ള വിശദീകരണം തേടലും കാര്യങ്ങളും എല്ലാം എടുക്കണം. കാരണം ഇല്ലെങ്കിൽ ഇനിയും അതുപോലെയുള്ള സംഭവങ്ങൾ അരങ്ങേറാം. അപ്പോൾ അത് തടയേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കണം. അത് കൃത്യമായി നമ്മുടെ ഭരണഘടന എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ ഭരണം എന്താണോ പറയുന്നത്, ഇതിൽ എന്താണ് നിയമവശം എന്നെല്ലാം നോക്കി കൃത്യമായി അതിൽ ഇടപെടട്ടെ എന്ന് പ്രത്യാശിക്കാം. ഇതിൽ മലയാളികളുടെ ആശിക്ക് പറഞ്ഞു നിർത്തിയതിൻ്റെ കൂട്ടത്തിൽ ഒരു പോയിന്റ് കൂടി പറയുകയാണ്. നമ്മളൊക്കെ മലയാളികളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പഹൽഗാം ഭീകരാക്രമണം, അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂറിനോടൊക്കെ രാജ്യത്തോട് എന്താണോ നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുന്നത്, നമ്മുടെ സർക്കാർ പറയുന്നത്, അതിനോട് പൂർണ്ണമായും യോജിച്ചു നിന്നുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുകയാണ്. നമ്മൾ മലയാള മാധ്യമ പ്രവർത്തകരാണെങ്കിൽ പോലും നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് വിവരങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് രാജ്യപ്രവർത്തനമാണ്, രാജ്യത്തിന് വേണ്ടി ചെയ്യുകയാണ്. രാഷ്ട്ര പൗരന്മാരായി, ഇന്ത്യയുടെ പൗരന്മാരായി, ഭാരതീയരായി നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ മലയാളികളാണെങ്കിൽ, ഇന്ത്യക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു രാഷ്ട്രത്തോട് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം പൂർണ്ണമായ അർത്ഥത്തിൽ കാണിക്കാൻ തയ്യാറാകണം. നമ്മൾ വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും നമ്മുടെ മാതൃരാജ്യത്തോടുള്ള സ്നേഹവും പിന്തുണയും, രാഷ്ട്രം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആ രാഷ്ട്രത്തിനൊപ്പം ഐക്യദാർഢ്യപ്പെട്ട് നിൽക്കുക, അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, ഏറ്റവും കുറഞ്ഞ പക്ഷം അതിനെ എതിർക്കാതിരിക്കുക. ഇങ്ങനെയുള്ള അബദ്ധമാണോ അവർക്ക് വന്നിട്ടുള്ളൊരു പാളിച്ചയാണോ അതോ മനഃപൂർവ്വമാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും സംസ്ഥാന സർക്കാരെങ്കിലും ഈ വിഷയത്തിൽ ഈ അലുമിനി സംഘാടകരോട് വിശദീകരണം ചോദിക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി പറയേണ്ടതുണ്ട്. മാതൃകാപരമായി വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം താക്കീതുകൾ ചെയ്യുക. എന്തായാലും ഇതൊരു മലയാളികൾക്ക് മൊത്തം നാണക്കേടായി പോയൊരു വിഷയമാണ്. നമ്മളെ അങ്ങനെ രാജ്യസ്നേഹികളായല്ല നോർത്തിലുള്ള ആളുകൾ കാണുന്നത്. നമ്മൾ മൊത്തത്തിൽ സൗത്തിനെ മാറ്റി നിർത്തുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്, ഹിന്ദി ബെൽറ്റിലല്ലാത്തത് കൊണ്ടും അങ്ങനെയൊക്കെ. ആ ഘട്ടത്തിൽ അതിന് കുറച്ചുകൂടി ഇൻപുട്ട് കൊടുക്കുന്ന തരത്തിലായി പോയി പരിപാടികൾ. മലയാളികൾക്ക് നാണക്കേടായി. രാജ്യസ്നേഹമുള്ള മലയാളികൾക്ക് മാനക്കേട് ഉണ്ടാക്കരുത് നിങ്ങളെന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ സംഘാടകരോട് പറയാനുള്ളത്.